ഹലോ ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ത്യൻ ഫുട്ബോൾ സീസണിൻ്റെ സൂപ്പർ കപ്പിൻ്റെ ഫൈനലോടി അവസാനമാവുകയാണ് ഈ വർഷത്തെ ഇന്ത്യൻ ഫുട്ബോൾ സീസണിൽ. ശനിയാഴ്ചയാണ് ഇന്ത്യൻ ഫുട്ബോൾ സീസണിൻ്റെ അവസാന കപ്പായ സൂപ്പർ കപ്പിൻ്റെ ഫൈനൽ മത്സരം നടക്കുന്നത്. ഇപ്പോൾ ഇത് അടുത്ത സീസണിലേക്കുള്ള ട്രാൻസ്ഫർ നടപടികളിലേക്ക് ടീമുകൾ കടന്നതായിട്ട് മാർക്കസ് ബെർഗലാവിൻ്റെ ലേറ്റസ്റ്റ് റിപ്പോർട്ട് വന്നിരിക്കുകയാണ്. മാർക്കസ് ബെർഗലാവിൻ്റെ റിപ്പോർട്ടിൽ പറയുന്നു, മോഹൻബഗാൻ സൂപ്പർ ജയൻസ് നോൺസൺ റോബിനേക്ക് വേണ്ടി ശ്രമിക്കുന്നുണ്ടെങ്കിലും ഇതുവരെ അത് ഡീലിലെത്തിയിട്ടില്ല എന്നാണ് മാർക്കസ് ബെർഗലാവിൻ്റെ റിപ്പോർട്ടിൽ പറയുന്നത്. ബ്രസീലിയൻ സൂപ്പർ താരമായ റോൺസൺ റോബിനേക്ക് വേണ്ടി മോഹൻബഗാൻ സൂപ്പർ ജയൻസ് ശ്രമിക്കുന്നുണ്ടെങ്കിലും ഇതുവരെ അത് എത്തിയിട്ടില്ല എന്നാണ് മാർക്കസ് ബെർഗലാവിൻ്റെ റിപ്പോർട്ടിൽ പറയുന്നത്. പിന്നീട് മാർക്കസ് ബെർഗലാവിൻ്റെ റിപ്പോർട്ടിൽ പറയുന്നു, മോഹൻബഗാൻ സൂപ്പർ ജയൻസ് അടുത്ത സീസണിൽ 7 വിദേശ താരങ്ങളുണ്ടാവും. അവർക്ക് AFC ചാമ്പ്യൻസ് ലീഗ് കളിക്കാനുള്ളതുകൊണ്ടല്ല ഒരു ടീമിൽ 7 വിദേശ താരങ്ങളുണ്ടാവും എന്നാണ് മാർക്കസ് ബെർഗലാവിൻ്റെ റിപ്പോർട്ടിൽ പറയുന്നത്. പിന്നീട് ഇർഫാൻ യാദവ് അതുമായി ബന്ധപ്പെട്ടുള്ള അപ്ഡേറ്റാണ് മാർക്കസ് ബെർഗലാവ് തന്നിട്ടുള്ളത്. ഇർഫാൻ യാദവ് ടീം വിടുമോ എന്നുള്ള ചോദ്യത്തിന് ഇർഫാൻ യാദവ് അതുമായി ചെന്നൈ എഫ്സിക്ക് 3 വർഷത്തെ കോൺട്രാക്റ്റ് ഉണ്ട് എന്നാണ് മാർക്കസ് ബെർഗലാവിൻ്റെ ലേറ്റസ്റ്റ് റിപ്പോർട്ടിൽ പറയുന്നത്. പിന്നീട് കോളർ ഷീൽഡുമായി ബന്ധപ്പെട്ടുള്ള ന്യൂസാണ് മാർക്കസ് ബെർഗലാവ് റിപ്പോർട്ട് ചെയ്തത്. കോളർ ഷീൽഡിന് വേണ്ടി ബംഗളൂരു എഫ്സിയും ഈസ്റ്റ് ബംഗാളും ശ്രമിക്കുന്നുണ്ട് എന്നാണ് മാർക്കസ് ബെർഗലാവ് റിപ്പോർട്ട് ചെയ്തത്. ചെന്നൈ എഫ്സിക്കും കോൺട്രാക്ട് എക്സ്റ്റെൻഡ് ചെയ്യാൻ താല്പര്യമുണ്ട്, പക്ഷേ ഇതുവരെ കോളർ ഷീൽഡ് ഇതിനോട് പ്രതികരിച്ചിട്ടില്ല എന്നാണ് മാർക്കസ് ബെർഗലാവ് റിപ്പോർട്ട് ചെയ്തത്. വരും ദിവസങ്ങളിൽ കൂടുതൽ ന്യൂസുകൾ പുറത്തുവരുമെന്ന് പ്രതീക്ഷിക്കാം.